മത്തായി 7:14 ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. സാക്ഷാൽ ജീവനായ ക്രിസ്തു ജീവനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്തിമമാണ്. മനുഷ്യർ കൂടുതലും പ്രയാസമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ മനുഷ്യൻ്റെ സുവർണ നേട്ടങ്ങളൊക്കെ തന്നെ അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കൂടെ ഫലമാണെന്ന് കാണാം. ദൈവരാജ്യത്തിനായി പ്രവർത്തിക്കാൻ യേശു വിളിച്ചവരും അധ്വാനിക്കുന്നവരും ഉത്സാഹമുള്ളവരും ആയിരുന്നു. തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴും മടുത്തുപോകാതെ വീണ്ടും പ്രവർത്തിക്കാൻ തയ്യാറാകുന്നവരെയാണ് ദൈവത്തിന് കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുക. ജീവനിലേക്ക് പോകുന്ന വാതിലെന്ന് യേശു പറയുന്നത് നിത്യജീവനെക്കുറിച്ചാണ്. ചിലർ ഈ ഭൂമിയാണെല്ലാം എന്ന് കരുതുന്നു. മരണം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ? മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെങ്കിലോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനായി ഒരുങ്ങുകയല്ലേ ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്? അങ്ങനെ ഒരുങ്ങിയാൽ, അഥവാ മരണത്തിനപ്പുറം ഒരു ജീവിതമില്ലെങ്കിൽ കൂടെ നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിനാൽ ഈ ലോകത്തിലും അച്ചടക്കമുള്ളതും പുരോഗമനപരവുമായ ജീവിതം നയിക്കാൻ കഴിയും. എന്നാൽ പലർക്കും ദൈവ വഴികളിൽ ജീവിക്കുക എന്നത് പ്രയാസമുള്ള ഒരു കാര്യമാണ്. ലോകത്തിൻ്റെ വഴികളിൽ എന്ന പോലെ താൽക്കാലിക സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കാനാവുകയില്ല എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം. അങ്ങനെ ജീവിക്കുമ്പോൾ ചിലർ ഭോഷന്മാർ എന്ന് ആക്ഷേപിച്ചെന്നിരിക്കും. ദൈവത്തിൽ സുഖവും ആനന്ദവും അനുഭവിക്കാനാവുന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം കഠിനവും പ്രയാസവുമായി പലർക്കും അനുഭവപ്പെടും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ജീവൻ്റെ കവാടം ഇടുക്കവും മാർഗം ഞെരുക്കവുമുള്ളത് എന്ന് യേശു പഠിപ്പിച്ചത്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞിരിക്കുന്നതിനാൽ ഭൂരിഭാഗം പേരും അതിലേക്ക് വരാത്തതോർത്ത് സംശയിക്കേണ്ടതില്ല. ഈ വഴി സത്യമായും കണ്ടെത്തിയവർ പിന്മാറുകയുമില്ല. ഗോഡ് ബ്ലസ് യു.